പ്രിയ സഹോദരൻ വികാസ് കൊയിലാണ്ടിയുടെ എഴുത്തുകൾ ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മളെ ഒരുപാട് കാലം പിറകിലോട്ട് സഞ്ചരിപ്പിച്ച് കളയും. മീനവയിൽ നിഴൽ വിരിച്ചിട്ട ഈ സന്ധ്യയിൽ ഞാൻ അറിയുന്നു, നാളെ വിഷുവാണ്. മഞ്ഞമൊത്തുവിരിഞ്ഞ കൊന്നമരത്തിൻ്റെ ചില്ലയിൽ എവിടെയോ ഇരിപ്പുണ്ടാവും പാടാൻ മറന്ന വിഷുപക്ഷികൾ. കാലത്തിനക്കരെ എൻ്റെ ബാല്യത്തിൻ്റെ ഓർമ്മ പുസ്തകം പൊടിതട്ടിയെടുക്കവേ ഊർന്നു വീഴുന്ന മയിൽപ്പീലി സ്മൃതികൾക്കിടയിൽ വേനലവധിക്കാലം കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വിയർപ്പു തളിക്കുമ്പോൾ വന്നുചേരുന്ന പൂത്തിരിയുടെ, മത്താപ്പിൻ്റെ, പൊട്ടാസിൻ്റെ ഗന്ധമുള്ള ഒരു വിഷുക്കാലമുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ കല്ലേരിപ്പൊയിലുള്ള പടക്ക നിർമ്മാണശാലയിൽ ആകെക്കൂടെ ബഹളമായിരിക്കും. പടിഞ്ഞാറേ വയലിന് നടുവിലെ ഒറ്റത്തടിപ്പാലം കടന്ന് പലതവണ ഞാനും പോയിട്ടുണ്ട്, കുഞ്ഞു കൈകൾക്ക് പൊട്ടിക്കാവുന്ന 10 പൈസയുടെ ഓലപ്പടക്കം മേടിക്കാൻ. തൊടിയിലെ കശുവണ്ടി പറിച്ചു വിറ്റ കാശായിരുന്നു പലപ്പോഴും മൂലധനം. ഇന്നിപ്പോൾ ഒന്നിനും നേരമില്ലാണ്ടായിരിക്കുന്നു. കലണ്ടറിലെ ചുവന്ന കോളത്തിൽ വിഷുക്കൈനീട്ടം ഒരു തീരാക്കടമായി ഒതുങ്ങി നിൽക്കുന്നത് പോലെ. അന്ന് മുത്തശ്ശി തന്ന കൈനീട്ടത്തിൻ്റെ പുണ്യം വീട്ടാനാവാത്ത നഷ്ടങ്ങളുടെ തീരാക്കടങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരു വിഷുക്കാലം. എന്തു വന്നാലും ഇത്തവണ കണിയൊരുക്കണം. കണി കാണാൻ പോലും കിട്ടാത്ത കണിവെള്ളരിയും കണിക്കൊന്നയും തേടി എവിടൊക്കെ അലഞ്ഞിട്ടായാലും വേണ്ടില്ല. ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു വിഷുദിനാശംസകൾ. നന്ദി വികാസ് മനോഹരമായ വാക്കുകൾക്ക്.